രാമായണ മാസം സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും മാസമായി നാം ആചരിക്കുന്നത് പ്രാർത്ഥനാപൂർവമാണ്. രാമായണം വായിക്കുക, കേൾക്കുക, രാമായണ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുക, ഇതൊക്കെ ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളാണ്. ശ്രീ മഹാരാമായണം രാമായണ മാസത്തിൽ ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് സമ്പൂർണമായി അവതരിപ്പിക്കുന്നു. ശ്രീ BS ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീ മഹാരാമായണം സമ്പൂർണമായി അവതരിപ്പിക്കുന്നു. ഇത് രാമായണ കഥയല്ല, ശ്രീരാമചരിതമാണ്. ഗദ്യരൂപത്തിൽ തയ്യാറാക്കിയ ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം ശ്രോതാക്കളുടെ ഹൃദയങ്ങളിലേക്കെത്തുന്നു ശബ്ദചിത്രമായി. ഭക്തിയുടെ വാതിലുകൾ മലർക്കെ തുറന്നുകൊണ്ട് ജയരാമ മന്ത്രം എല്ലാ ഹൃദയങ്ങളിലും സദാ മുഴങ്ങട്ടെ. സത്യം, ധർമ്മം, സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, സഹവർത്തിത്വം, സാഹോദര്യം ഇവയൊക്കെയാണല്ലോ രാമായണം ലക്ഷ്യമാക്കുന്നത്. അതുതന്നെയാണ് ഈ മഹൽ ഗ്രന്ഥം കൊണ്ടും ഉദ്ദേശിക്കുന്നത്. 9 അധ്യായങ്ങളിലൂടെ. ശ്രീ മഹാരാമായണം അധ്യായം 2 യാഗകാന്ഡം ഭാഗം 1. ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ തീരുമാനപ്രകാരം പരമ്പൊരുൾ ശ്രീ മഹാവിഷ്ണു അവതാരമെടുക്കാൻ തീരുമാനിച്ച കോസല രാജ്യം അക്ഷരാർത്ഥത്തിൽ ഒരു ശ്രേഷ്ഠ രാജ്യമായിരുന്നു. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ് എന്ന് കോസല രാജ്യത്തെ ചൂണ്ടി ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കാനാവും വിധമുള്ളതായിരുന്നു ആ രാജ്യത്തെ സ്ഥിതിയും സാഹചര്യങ്ങളും. ദശരഥ മഹാരാജാവായിരുന്നു കോസല രാജ്യം ഭരിച്ചിരുന്നത്. ഒരു അധിരാജന് വേണ്ട ഷഡ്ഗുണങ്ങളും നീതിന്യായ തൽപരത, ദാനധർമ്മശീലം തുടങ്ങിയുള്ളവയുമെല്ലാം ഒത്തിണങ്ങിയ മഹാരാജാവായിരുന്നു ദശരഥൻ. സമ്പൽ സമൃദ്ധി, ഐശ്വര്യം, സത്യധർമ്മങ്ങൾ, ഐകമത്യം, സഹവർത്തിത്വം, ആഹ്ലാദം തുടങ്ങി ഇഹലോകത്തെ സകലമാന സുഖ സൗഭാഗ്യങ്ങളുടെയും കേദാരഭൂമിയായിരുന്നു കോസല രാജ്യം. സർവഗുണസമ്പന്നനായ ദശരഥ മഹാരാജാവിൻ്റെ ഭരണസാരഥ്യമാണ് കോസല രാജ്യം ഒരു നിരത്യയ രാജ്യമായി പരിലസിച്ചതിനു കാരണം എങ്കിലും പ്രൗഢിയോടെയും സ്വച്ഛന്തമായും അതുവഴി ഒഴുകിയിരുന്ന സരയൂ നദിക്ക് ഇക്കാര്യത്തിലുള്ള പങ്കും ഒട്ടും ചെറുതല്ല. കോസല രാജ്യ തലസ്ഥാനമായ അയോധ്യയിലൂടെയായിരുന്നു സരയൂ നദിയുടെ പ്രൗഢ പ്രയാണം. കോസല രാജ്യ ജനങ്ങളുടെ സകലമാന സൗഭാഗ്യങ്ങളും സമ്പത്തും സമൃദ്ധിയും ജീവിത രീതികളും തൊഴിലും വിദ്യാഭ്യാസവുമൊക്കെ തന്നെ സരയൂ നദീ തീരത്താണ് നാം വിട്ടതും വളർന്നതും പടർന്ന് പന്തലിച്ചതും. സരയൂ നദീതട സംസ്കാരമായിരുന്നു കോസല രാജ്യത്ത് പൂവിട്ടു നിന്നിരുന്നത്. ഹിമാലയത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ നിന്നും ഉത്ഭവിച്ച് കൈലാസത്തിലെ ഹംസങ്ങളുടെ ജന്മസ്ഥലമായ മാനസ സരസിലൂടെ കളകളാരവം പൊഴിച്ച് ഒഴുകിയെത്തുന്നതാണ് സരയൂ നദി. ആകാശത്തുനിന്നും മഹാമേരുവിന്മേൽ പതിച്ച സമുദ്രം 4 ഭാഗങ്ങളായി തിരിഞ്ഞൊഴുകി അരുണോദം, സിതോദം, മഹാഭദ്രം,
മാനസം എന്നീ 4 തടാകങ്ങളായി ഭവിക്കുകയായിരുന്നു. ഇവയിലെ മാനസമാണ് മാനസ സരസ്. ദുരിതമെന്തെന്നറിയാത്ത ഒരു രാജ്യമായിരുന്നു കോസല രാജ്യം. ദശപാപങ്ങൾ അവിടേക്ക് എത്തി നോക്കിയിട്ട് പോലുമില്ല. ദരിദ്രരായി അവിടെ ആരുമുണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ ധനികരുമായുള്ള ക്രയവിക്രയങ്ങൾ എന്നത് തീരെ കുറവായിരുന്നു. സമത്വസുന്ദര രാജ്യം. കോസല രാജ്യ തലസ്ഥാനമായ അയോധ്യ സപ്തനഗരികളിലൊന്നാണ്. അതിൻ്റെ പ്രൗഢിയും ഭംഗിയും സുഭിക്ഷതയും ദേവന്മാരെപ്പോലും വിസ്മയിപ്പിച്ചിരുന്നു. അയോധ്യയുടെ അഭൗമ സൗന്ദര്യം ആവർത്തിച്ച് ആസ്വദിക്കാനായാണ് സൂര്യചന്ദ്രന്മാർ ഭൂമിയെ വലം വയ്ക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നവർ പോലുമുണ്ടായിരുന്നു. അമ്പിളിക്കലയെ മുത്തം വയ്ക്കാൻ ആയുന്നതുപോലെ ഉയർന്നു നിൽക്കുന്ന മണിമാളികകൾ, തങ്കഗോപുരങ്ങൾ, സ്വർണ്ണ കമാനങ്ങൾ, താഴെ നിരത്തിയ രത്നകമ്പളങ്ങൾ, എങ്ങും ചിതറിക്കിടക്കുന്ന നവരത്നങ്ങൾ, വർണ്ണപ്പീലികൾ വിടർത്തിയാടുന്ന മയിലുകൾ, അരയന്നങ്ങൾ നീന്തിത്തുടിക്കുന്ന തടാകങ്ങൾ, ശ്രുതിമീട്ടുന്ന പൂങ്കുയിലുകൾ, വിളഞ്ഞ കരിമ്പിൻ തോട്ടങ്ങൾ, മധുരക്കരിമ്പു തിന്നു മതിച്ച് ചിഹ്നം വിളിക്കുന്ന മാതംഗങ്ങൾ, വെള്ളാമ്പലുകളും ചെന്താമരകളും മിഴി തുറന്നു നിൽക്കുന്ന ജലാശയങ്ങൾ, ദിനകരനെ നോക്കി പരിഭവം പറയുന്ന സൂര്യകാന്തിപ്പൂവുകൾ, ദശപുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന പൂപ്പാടങ്ങൾ, ഇരുവശങ്ങളിലും വാകയും കണിക്കൊന്നയും ചെമ്പകവും കടമ്പും ഏഴിലം പാലയും പൂത്തുലഞ്ഞു നിൽക്കുന്ന രാജവീഥികൾ, കിലുകിലാരവത്തോടെ ഒഴുകുന്ന കുഞ്ഞരുവികൾ, അരുവിയുടെ തീരത്ത് ഇളംവെയിൽ കായുന്ന കുഞ്ഞാറ്റക്കിളികൾ, പൊന്മീനിനായി തപസ്സിരിക്കുന്ന നീലപ്പൊന്മാനുകൾ, നോക്കെത്താ ദൂരം പരന്നുകിടക്കുന്ന പാടങ്ങളിൽ നെന്മണികൾ കൊത്തി പരസ്പരം കൊക്കുരുമുന്ന തത്തകളും മൈനകളും കുരുവികളും കുയിലുകളും അടങ്ങുന്ന കിളിക്കൂട്ടങ്ങൾ, വിടർന്നു നിൽക്കുന്ന വർണ്ണപുഷ്പങ്ങളിൽ നിന്നും തേൻ നുകരാനെത്തുന്ന ഇന്ദിന്ദിരങ്ങൾ, പ്രസൂനങ്ങൾ പോലെ പറന്നു നടക്കുന്ന പൂമ്പാറ്റകൾ, ധരണിയിലെ ഉടുക്കൾ പോലെ പാറിപ്പറക്കുന്ന പ്രഭാകീടങ്ങൾ, അങ്ങനെ ഭൂലോകത്തെ മുഴുവൻ സൗന്ദര്യങ്ങളും ആവാഹിച്ചെടുത്ത് കൈചുരുളിൽ ഒതുക്കിയിരിക്കുകയാണ് കോസല രാജ്യം. യാമിനി വാസരങ്ങൾ വേർതിരിച്ചറിയാനാവാത്ത വിധം പ്രകാശപൂരിതമാണ് അയോധ്യ നഗരി. പണ്ഡിത പാമര ഭേദമോ ഉച്ചനീചത്വങ്ങളോ ഇല്ലാതെ മാനുഷരെല്ലാവരും ഒന്നുപോലെ വാഴുന്ന ഉത്കൃഷ്ട നഗരി. ദേവന്മാരെപ്പോലും അസൂയാകുക്ഷികളാക്കും വിധമുള്ള പ്രൗഢിയും പ്രതാപവും മഹനീയതയുമാണ് കോസല രാജ്യത്തിനും കോസല രാജധാനിയായ അയോധ്യയ്ക്കുമുള്ളത്. ധർമ്മിഷ്ഠനും സത്യസന്ധനും നീതിമാനുമായ ചക്രവർത്തിയായിരുന്നു ദശരഥൻ. സ്വന്തം മക്കളെ എന്ന പോലെയാണ് ദശരഥ മഹാരാജാവ് തൻ്റെ പ്രജകളെ കാത്തു സംരക്ഷിച്ചിരുന്നത്. സാമന്ത രാജാക്കന്മാരുടെ ചക്രവർത്തിയായ അദ്ദേഹത്തിൻ്റെ രാജചിഹ്നമായ വലിയ വെൺകൊറ്റക്കുട പൂർണ്ണചന്ദ്രനെപ്പോലെ തിളങ്ങിയിരുന്നു. ദശരഥ മഹാരാജാവും കോസല രാജ്യ ജനങ്ങളും തമ്മിൽ ഉടലും ഉയിരും എന്ന നിലയിലായിരുന്നു വർത്തിച്ചിരുന്നത്. സൂര്യവംശ രാജാവായ അജൻ്റെ പുത്രനാണ് ദശരഥൻ. ബ്രഹ്മമുഹൂർത്തത്തിൽ ജന്മം കൊണ്ടതിനാലാണ് ദശരഥ പിതാവിന് അജൻ എന്ന പേര് ലഭിച്ചത്. ആദിത്യൻ്റെ കുലമാണ് സൂര്യവംശം. ഈ രാജകുലം സ്ഥാപിച്ചതാകട്ടെ ഇക്ഷ്വാകുവും. ബ്രഹ്മാവിൻ്റെ മാനസപുത്രനായ മരീചി മുനിയുടെ പുത്രനാണ് കശ്യപൻ. കശ്യപ മഹർഷിയുടെ പുത്രൻ സൂര്യൻ. സൂര്യപുത്രനായ മനുവിന് ഭാര്യ ശ്രദ്ധയിൽ 10 പുത്രന്മാർ ജനിച്ചു. ഇക്ഷ്വാകു, നൃഗൻ, ശയ്യാതി, ദിഷ്ടൻ, ധൃഷ്ടൻ, കരുശൻ, നരിഷ്യന്തൻ, വൃഷധ്രൻ, നാഭാഗൻ, കവി എന്നിവരാണ് അവർ. സൂര്യവംശത്തിലെ പ്രഥമ രാജാവ് ഇക്ഷ്വാകുവാണ്. തുടർന്ന് പുത്രക്രമത്തിൽ സൂര്യവംശരാജാക്കന്മാരുണ്ടായി. സൂര്യന് സജ്ഞയിൽ ജനിച്ച പുത്രനാണ് മനു. മനുവിൻ്റെ പുത്രനായാണ് ഇക്ഷ്വാകു ജനിച്ചത്. ഇക്ഷ്വാകുവിന് പുത്രന്മാർ 100 പേരായിരുന്നു. അതിൽ അംശുമാന് സുദേവിയിൽ ജനിച്ച പുത്രനാണ് ദിലീപൻ. ദിലീപൻ സുദക്ഷിണ ദമ്പതികളുടെ പുത്രനായി രഘു ജനിച്ചു. രഘുവിൻ്റെ പുത്രനാണ് അജൻ. വിദർഭ രാജാവായ ഭോജൻ്റെ സഹോദരി ഇന്ദുമതിയിൽ അജനുണ്ടായ പുത്രനാണ് ദശരഥൻ. ഒരു ശാപം കാരണമായി ഭൂമിയിൽ വന്നു പിറക്കാനിടയായ ദേവകന്യകയായിരുന്നു അജൻ്റെ ഭാര്യ ഇന്ദുമതി. അജൻ ഇതേക്കുറിച്ച് തീർത്തും അജ്ഞനായിരുന്നു.
ഒരു നാൾ നാരദ മഹാമുനി ആകാശമാർഗെ സഞ്ചരിക്കുമ്പോൾ മഹർഷിയുടെ മഹതി എന്ന വീണയിലുണ്ടായിരുന്ന മലർമാല താഴെ പതിക്കാനിടയായി. തദവസരത്തിൽ കൊട്ടാരത്തിനു മുന്നിലെ ആരാമത്തിൽ അജനുമായി സല്ലപിച്ചിരിക്കുകയായിരുന്ന ഇന്ദുമതിയുടെ കഴുത്തിലാണ് ഈ പുഷ്പമാല വന്നു വീണത്. അത് ഇന്ദുമതിയുടെ ശാപമോചനത്തിനു കാരണമായി. മാല കഴുത്തിൽ വീണ ഉടൻ തന്നെ ഇന്ദുമതി ദേഹം വെടിഞ്ഞ് ദേവലോകത്തേക്ക് പോയി. കണ്ടുനിന്ന അജമഹാരാജാവാകട്ടെ ദുഃഖം താങ്ങാനാവാതെ താനും മരിക്കണമെന്ന ആഗ്രഹത്തോടെ ഇന്ദുമതിയുടെ കഴുത്തിൽ വീണ പുഷ്പമാലയെടുത്ത് സ്വയം കഴുത്തിലിട്ടു. എന്നാൽ അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല. പത്നീ വിയോഗം സഹിക്കാനാവാതെ അജൻ ആത്മഹത്യ ചെയ്തു. അജനും ഇന്ദുമതിയും മരണമടഞ്ഞ സമയത്ത് അവരുടെ പുത്രന് കേവലം 8 മാസം മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അതിനാൽ കുലഗുരു വസിഷ്ഠമുനി രാജ്യഭരണം സുമന്ത്രരെ ഏൽപ്പിച്ചു. അഷ്ടമന്ത്രിമാരിൽ ഒരാളായിരുന്നു സുമന്ത്രൻ. 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ വളർത്താൻ വസിഷ്ഠമുനി തൻ്റെ ആത്മമിത്രവും അസ്ത്രശസ്ത്ര നിപുണനുമായ മരുതമ്പവർ എന്ന മഹർഷിയെ ഏൽപ്പിച്ചു. നന്ദിനി എന്ന വിശിഷ്ട പശുവിൻ്റെ പാൽ മാത്രം കുടിച്ച് സകല വേദങ്ങളും ശാസ്ത്രങ്ങളും ആയുധവിദ്യകളുമൊക്കെ അഭ്യസിച്ച് സമർത്ഥനായി വളർന്നുവന്ന ആ കുമാരനാണ് ദശരഥൻ. ദശരഥൻ്റെ യഥാർത്ഥ പേര് നേമി എന്നാണ്. ഒരിക്കൽ വൈജയന്തി രാജ്യത്തെ രാജാവായ ശംബരൻ എന്ന അസുരൻ ദേവേന്ദ്രനെ ആക്രമിച്ചു തോൽപ്പിച്ച് സ്വർഗരാജ്യം കൈവശപ്പെടുത്തുകയുണ്ടായി. ബ്രഹ്മാവിൻ്റെയും ദേവന്മാരുടെയും അപേക്ഷ പ്രകാരം നേമി സ്വർഗം കൈക്കലാക്കിയ അസുരന്മാരെ നിഗ്രഹിച്ചു. എല്ലാവിധ മായാവിദ്യകളും അറിയുന്ന ശംബരൻ ഒടുവിൽ 10 ഉഗ്രമൂർത്തികളായി രൂപം പൂണ്ട് ഒരേ സമയം 10 ദിക്കുകളിൽ നിന്നുമായി നേമിയെ ആക്രമിച്ചു. ആ 10 ശംബരന്മാരോടും നേമി ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തു. തുല്യാതുല്യം നിന്ന് യുദ്ധം ചെയ്ത് 10 പേരെയും ഒരേ നിമിഷത്തിൽ തന്നെ നേമി നിഗ്രഹിച്ചു. ഒരേ സമയം 10 ദിക്കുകളിലേക്കും അതിശീഘ്രം രഥം പായിച്ച് യുദ്ധം ചെയ്ത് വിജയിച്ചതിനാലാണ് നേമിക്ക് ദശരഥൻ എന്ന പേരു ലഭിച്ചത്. 18-ാമത്തെ വയസ്സിൽ തന്നെ ദശരഥൻ രാജ്യഭാരമേറ്റു. ജയചന്ദൻ, ദൃഷ്ടി, വിജയൻ, സിദ്ധാർത്ഥൻ, അർത്ഥസായകൻ, അശോകൻ, സുമന്ത്രർ, ചന്ദ്രപാലൻ എന്നീ 8 മന്ത്രിമാരായിരുന്നു ദശരഥനുണ്ടായിരുന്നത്. സൂര്യവംശരാജാവും ഉത്തര കോസലാധിപതിയുമായിരുന്ന ഹിരണ്യനാഭൻ്റെ മകൾ കൗസല്യ, ചന്ദ്രവംശരാജാവ് അശ്വപതിയുടെ മകൾ കൈകേയി, കാശി രാജവംശത്തിലെ ശൂരൻ്റെ മകൾ സന്ധ്യാദേവി എന്ന സുമിത്ര എന്നിവരാണ് ദശരഥ ഭാര്യമാർ. ദശരഥൻ്റെ പ്രഥമ പത്നിയാണ് കൗസല്യ. സൂര്യവംശരാജാവും ഉത്തര കോസല രാജാവുമായിരുന്ന ഹിരണ്യനാഭൻ്റെ മകൾ. രഘുവംശമെന്ന സൂര്യകുല രാജാക്കന്മാരിൽ ആദ്യ രാജാവായ ഇക്ഷ്വാകുവിനു ശേഷം പുത്രക്രമത്തിൽ രാജാക്കന്മാർ ഭരണം നടത്തി. ഈ വിധം അജൻ്റെ പുത്രനാണ് ദശരഥൻ. ഹിരണ്യനാഭനാവട്ടെ സൂര്യവംശത്തിൽ രാജാവും. അതായത് അജനും ഹിരണ്യനാഭനും തമ്മിൽ രക്തബന്ധമുണ്ടെന്ന് സാരം. എന്നാൽ തങ്ങൾ ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണെന്നും രക്തബന്ധമുള്ളവരാണെന്നുമുള്ള കാര്യം ഇരുവർക്കും അറിയില്ലായിരുന്നു. കൗസല്യയുടെ പിതാവ് ഹിരണ്യനാഭൻ ഹിമവാന്റെ പുത്രനായ മൈനാക പർവ്വതമാണ്. ദേവേന്ദ്രൻ പർവ്വതങ്ങളുടെ എല്ലാം ചിറകരിഞ്ഞപ്പോൾ മൈനാകം മാത്രം സമുദ്രത്തിൽ മറഞ്ഞ് രക്ഷ പ്രാപിച്ചു. അക്കാലങ്ങളിൽ പർവ്വതങ്ങൾ ചിറകു വീശി പറന്നിരുന്നതിനാൽ മഹർഷിമാർക്ക് സ്വൈരമായി യാഗാദി കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ജനങ്ങളും ഭയത്തോടെയാണ് ദിവസങ്ങൾ കഴിച്ചുകൂട്ടിയിരുന്നത്. മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ വന്നപ്പോൾ മഹർഷിമാർ ദേവേന്ദ്രനെ അഭയം പ്രാപിച്ചു. അവരുടെ അപേക്ഷ അനുസരിച്ചും ഭൂലോകവാസികളുടെ സ്വൈരജീവിതം ഉറപ്പുവരുത്താനായും ദേവേന്ദ്രൻ പർവ്വതങ്ങളുടെ എല്ലാം ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തി. ഈ വേളയിൽ മൈനാകപർവ്വതത്തെ വായുദേവൻ ദക്ഷിണ സമുദ്രത്തിൽ കൊണ്ടുചെന്ന് ഒളിപ്പിക്കുകയായിരുന്നു. പർവ്വതങ്ങളുടെ ചിറക് അരിഞ്ഞ കാരണത്താലാണ് ദേവേന്ദ്രന് അകാരി, അദ്രിദ്യുട്ട്, സംക്രന്ദനൻ എന്നീ പേരുകൾ ലഭിച്ചത്. രാജരാജനായ ദശരഥന് മറ്റ് സാമന്ത രാജാക്കന്മാർ കപ്പം കെട്ടിയിരുന്നു. ഉത്തര കോസല രാജാവ് ഹിരണ്യനാഭൻ
കപ്പം കെട്ടാനായി അയോധ്യയിൽ വരുമ്പോഴെല്ലാം തൻ്റെ പുത്രി കൗസല്യയെ കൂടി കൊണ്ടുവരിക പതിവായിരുന്നു. ഭരണം മെല്ലെ കൗസല്യയെ ഏൽപ്പിക്കുവാനായിരുന്നു ഹിരണ്യനാഭൻ്റെ ഉദ്ദേശ്യം. അതിനാലാണ് രാജ്യഭരണപരമായ എല്ലാ കാര്യങ്ങളിലും കൗസല്യയെ കൂടി അദ്ദേഹം പങ്കാളിയാക്കിയിരുന്നത്. അതീവ സുന്ദരിയും സുശീലയും സദാ സുസ്മേരവദനയുമായ കൗസല്യയിൽ ദശരഥൻ വല്ലാതെ ആകൃഷ്ടനായി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതിരൂപവതിയായ ഈ കന്യകയെ തൻ്റെ പത്നിയാക്കണമെന്ന മോഹമുണർന്നു. നാളുകൾ കഴിയുന്തോറും മോഹം വർദ്ധിച്ചു വന്നു. ഒടുവിൽ തൻ്റെ അദമ്യമായ ആഗ്രഹം കൗസല്യയുടെ പിതാവ് ഹിരണ്യനാഭനെ അറിയിച്ചു. ഹിരണ്യനാഭന് എതിരഭിപ്രായമൊന്നുമില്ലായിരുന്നു. യഥാവിധി വിവാഹം നടത്തുന്നതിന് തനിക്ക് സമ്മതമാണെന്ന് അദ്ദേഹം ദശരഥനെ അറിയിച്ചു. തുടർന്ന് ഇരുപക്ഷങ്ങളും വിവാഹപൂർവ്വ നടപടികൾ തുടങ്ങി. ആദ്യഘട്ടമെന്ന നിലയിൽ പ്രതിശ്രുത വധുവിൻ്റെയും വരൻ്റെയും ജാതക പരിശോധനയാണ് നടന്നത്. അതിനായി ജ്യോതിഷ പണ്ഡിതന്മാരെ വരുത്തി. അവർ നടത്തിയ ജാതക പരിശോധനാ ഫലം അനുകൂലമായുള്ളതായിരുന്നില്ല. ഈ ജാതകക്കാർ തമ്മിലുള്ള വിവാഹം ശുഭകരമല്ല എന്നായിരുന്നു ജ്യോതിഷികൾ വിധിച്ചത്. ഇവരുടെ വിവാഹം നടക്കുന്ന പക്ഷം ദമ്പതികൾക്ക് ജനിക്കുന്ന കുട്ടികൾ അംഗവൈകല്യമുള്ളവരായിരിക്കുമെന്നാണ് പ്രശ്നവശാൽ കാണുന്നതെന്നും ജ്യോതിഷ ശിരോമണികൾ അറിയിച്ചു. ദശരഥൻ്റെ പിതാവായ അജനും കൗസല്യയുടെ പിതാവ് ഹിരണ്യനാഭനും തമ്മിലുള്ള രക്തബന്ധമാണ് വിവാഹത്തിനു തടസ്സമായി ജാതകത്തിൽ കണ്ടത്. മഹേശ്വര ഭക്തനും യാഗധ്യാനങ്ങളിലൂടെ ശിവപ്രീതി പിടിച്ചുപറ്റുകയും ചെയ്ത രാക്ഷസരാജാവ് രാവണൻ ഒരു നാൾ കൈലാസത്ത് പോയി പരമശിവനെ നമസ്കരിച്ചു മടങ്ങുകയായിരുന്നു. മടക്കയാത്രാമധ്യേ അദ്ദേഹം ബ്രഹ്മാവിനെയും കണ്ടു വണങ്ങാനായി ഇറങ്ങി. ബ്രഹ്മഭക്തൻ കൂടിയായ രാവണനുമായി സംസാരിക്കവേ ബ്രഹ്മദേവൻ ഒരു ദേവരഹസ്യം രാവണനോട് പറഞ്ഞു. ദശരഥ കൗസല്യ ദമ്പതികൾക്ക് ജനിക്കുന്ന പുത്രനാൽ രാവണൻ വധിക്കപ്പെടും എന്ന ദേവരഹസ്യമാണ് സംഭാഷണമധ്യേ പരാമർശിക്കപ്പെട്ടത്. തുടർന്ന് ഈ ദേവരഹസ്യം ദശരഥ കൗസല്യ വിവാഹത്തോടെ രാവണൻ്റെ സ്മൃതിയിൽ നിന്നും മാഞ്ഞുപോകുമെന്നും ബ്രഹ്മദേവൻ പറഞ്ഞു. ഇതു ശ്രവിച്ച രാവണൻ കോപാകുലനായി ബ്രഹ്മസന്നിധിയിൽ നിന്നും മടങ്ങി. കോപാന്ധനായ ദശാനനൻ കൗസല്യയെ വകവരുത്തിക്കൊണ്ട് ദശരഥ കൗസല്യ വിവാഹം മുടക്കാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞ രാവണപത്നി മണ്ഡോദരി രാവണനെ ഈ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പരമാവധി ശ്രമം നടത്തി. മനസാ വാചാ കർമ്മണ രാവണനോട് ഒരു തെറ്റും ചെയ്യാത്ത പരമശുദ്ധയായ ഒരു കന്യകയെ വധിക്കുന്നത് മഹാപാപമാണെന്നും അത് ചെയ്യുന്ന പക്ഷം അതിനു നൽകേണ്ടി വരുന്ന വില താങ്ങാനാവാത്തതായിരിക്കുമെന്നും മണ്ഡോദരി രാവണനെ ഓർമ്മിപ്പിച്ചു. ധർമ്മനീതികളിൽ നിന്നും അണുവിട വ്യതിചലിക്കാത്ത ദശരഥ മഹാരാജാവിൻ്റെ പ്രതിശ്രുത വധുവിനെ കൊലപ്പെടുത്തുന്നതിലൂടെ അങ്ങയുടെ പത്നിയായ തനിക്കും അതിൻ്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്നത് സ്വാഭാവികമാണെന്ന വസ്തുത ഓർത്തെങ്കിലും ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്നും മണ്ഡോദരി രാവണനോട് അപേക്ഷിച്ചു. ക്രുദ്ധനായ രാക്ഷസരാജാവിൻ്റെ മനം ഈ അപേക്ഷയിലൊന്നും തെല്ലും അലിഞ്ഞില്ല. എത്ര ശ്രമിച്ചാലും ഈ ഉദ്യമം വിജയിക്കാൻ പോകുന്നില്ല എന്ന മണ്ഡോദരിയുടെ മുന്നറിയിപ്പും രാവണൻ തള്ളിക്കളയുകയാണുണ്ടായത്. രാവണൻ തൻ്റെ വിശ്വസ്തരും ക്രൂരന്മാരുമായ ഏതാനും രാക്ഷസരെ വടക്കേ കോസലത്തിലേക്ക് അയക്കുകയും കൗസല്യയെ തട്ടിയെടുത്ത് ഒരു പെട്ടിയിലടച്ച് സരയൂ നദിയിൽ ഒഴുക്കിവിടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. രാക്ഷസരാജാവിൻ്റെ ആജ്ഞ ശിരസാവഹിച്ച് 7 രാക്ഷസന്മാർ വടക്കേ കോസലത്തിലേക്ക് പോയി. ഒരു ദിവസം ദശരഥ മഹാരാജാവ് രാത്രി 3-ാം യാമത്തിനു ശേഷം ചില മന്ത്രിമാരും ഭടന്മാരുമൊത്ത് ഒരു ജലയാനത്തിൽ ചുറ്റിക്കറങ്ങുകയായിരുന്നു. രാജ്യത്തെ രാത്രികാല വിശേഷങ്ങൾ അറിയുവാനും ഭടന്മാരുടെ രാത്രികാല ഊരുചുറ്റലും മറ്റും കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നേരിട്ട് മനസ്സിലാക്കാനുമായി ഇടയ്ക്കിടെ അദ്ദേഹം ഇത്തരം പരിശോധനാ യാത്രകൾ നടത്താറുണ്ടായിരുന്നു. ചുറ്റിനും ദൃഷ്ടി വായിച്ച് ജലയാനത്തിലിരിക്കുകയായിരുന്ന ദശരഥൻ അല്പം അകലെയായി ഏതാനും പേർ ചേർന്ന് ഒരു വലിയ പെട്ടി നദിയിലേക്ക് തള്ളിയിടുന്നതായി കണ്ടു. സരയൂ നദിയുടെ കുത്തൊഴുക്കിൽപ്പെട്ട് പെട്ടി മുങ്ങിയും പൊങ്ങിയും വേഗത്തിൽ ഒഴുകി നീങ്ങുന്നതും ദൃഷ്ടിയിൽപ്പെട്ടു. കാര്യം അത്ര പന്തിയല്ലെന്ന് കണ്ട ദശരഥൻ പെട്ടി പിടിച്ചെടുക്കാനായി നദിയിലേക്ക് കുതിച്ചു ചാടി. ഇതിനിടെ പെട്ടി വളരെ ദൂരം ഒഴുകിപ്പോയിരുന്നു. അത് സരയൂ ഗംഗാ സംഗമം കടന്ന് ഗംഗാനദിയിലൂടെ ഒഴുകി നീങ്ങി.
സരയൂ നദിയിലെ ഒഴുക്കിൻ്റെ 10 മടങ്ങ് ശക്തിയായിരുന്നു ഗംഗാനദിയിലെ ഒഴുക്കിന്. ദശരഥൻ പെട്ടിക്ക് പിന്നാലെ നീന്തി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പെട്ടി പിടികൂടാനായില്ല എന്നു മാത്രമല്ല, വല്ലാതെ ക്ഷീണിതനാവുകയും ചെയ്തു. ശാരീരിക ക്ഷീണത്തേക്കാൾ പെട്ടി പിടിച്ചെടുക്കാനാവാത്തതിൻ്റെ മാനസിക ക്ഷീണമായിരുന്നു ദശരഥന് ഏറെയുണ്ടായിരുന്നത്. ആ സമയത്ത് ആകാശത്ത് സംവാദ പറക്കൽ നടത്തുകയായിരുന്ന ജടായു ഇത് കണ്ടു. ക്ഷീണിതനായ ദശരഥനെ കണ്ടയുടൻ ജടായു നിപാതനത്തിൽ താഴെയെത്തി. പെട്ടെന്നു തന്നെ ദശരഥനെ തൻ്റെ പുറത്തേറ്റി ലഘു പറക്കലിലൂടെ ഗംഗാസമുദ്ര സംഗമസ്ഥാനത്തിനടുത്തുള്ള ദ്വീപിൽ കൊണ്ടിറക്കി. തുടർന്ന് ദ്വീപിൽ നിന്നും മധുരമുള്ള കനികളും തേനും മറ്റും ശേഖരിച്ച് ക്ഷീണിതനായ ദശരഥനു നൽകി ഉപചരിച്ചു. ക്ഷീണമെല്ലാം അകന്ന് സന്തോഷവാനായ ദശരഥൻ ജടായുവിനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത് പറഞ്ഞു: അല്ലയോ പക്ഷിശ്രേഷ്ഠ, എനിക്കു വേണ്ടി വലിയ സഹായമാണ് അങ്ങ് ചെയ്തിരിക്കുന്നത്. ഇത് മറക്കാൻ കഴിയുന്നതല്ല. ഇന്നു മുതൽ അങ്ങ് എൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യനാണ്. അങ്ങും നമ്മെ അങ്ങനെ തന്നെ കരുതിയാലും. ഇതുകേട്ട് ജടായു ചിരിച്ചുകൊണ്ട് ആദരപൂർവ്വം ദശരഥനെ വണങ്ങി. തുടർന്നുള്ള സംഭാഷണത്തിൽ ദശരഥൻ എല്ലാ വിവരങ്ങളും ജടായുവിനോട് പറഞ്ഞു. ദശരഥനോട് അല്പസമയം സ്വസ്ഥമായി വിശ്രമിക്കാൻ നിർദ്ദേശിച്ച ശേഷം ജടായു ദശരഥൻ പറഞ്ഞ പെട്ടി തേടി യാത്രയായി. ആകാശത്ത് സംവാദം നടത്തിയ നിരീക്ഷണത്തിൽ ദശരഥൻ പറഞ്ഞ തരത്തിലുള്ള ഒരു പെട്ടി മറ്റൊരു ദ്വീപിൻ്റെ തീരത്തെ പേരാലിൻ്റെ വേരിൽ കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. പെട്ടിയെ അവിടെ കാട്ടുവള്ളികൾ കൊണ്ടുകെട്ടി ഉറപ്പിച്ച ശേഷം തിരിച്ചു പറന്ന് ദശരഥനെ വിവരമറിയിച്ചു. ഇരുവരും ചേർന്ന് പെട്ടിയിരിക്കുന്ന ദ്വീപിലേക്ക് തിരിച്ചു. അവർ പെട്ടിക്ക് സമീപമെത്തിയപ്പോഴേക്കും നാരദമുനിയും അവിടെ എത്തിച്ചേർന്നു. നദിയിൽ നിന്നും പെട്ടി കരയ്ക്കു കയറ്റി തുറന്നു നോക്കി. പെട്ടിക്കുള്ളിൽ സുന്ദരിയായ കൗസല്യ സുസ്മേരവദനയായി ഇരിക്കുന്നു. ഇതുകണ്ട് ദശരഥനും ജടായുവും ആശ്ചര്യപ്പെട്ടു. രാവണകിങ്കരന്മാരായ രാക്ഷസർ കൗസല്യയെ പിടികൂടി പെട്ടിയിലാക്കി ഒഴുക്കിവിട്ടതായിരുന്നു. പെട്ടിയിൽ നിന്നും പുറത്തിറങ്ങിയ കൗസല്യ മൂവരെയും നമസ്കരിച്ച് നമ്രശിരസ്കയായി ഭവ്യതയോടെ നിലകൊണ്ടു. കൗസല്യയുടെ അഭൗമ സൗന്ദര്യത്തിൽ വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും പോലും മിഴിച്ചു നിൽക്കെ നാരദ മഹർഷി ദശരഥനെയും കൗസല്യയെയും ചാരത്ത് വിളിച്ച് ജടായുവിൻ്റെ സാന്നിധ്യത്തിൽ അവരുടെ വിവാഹകർമ്മം മംഗളമായി നടത്തിക്കൊടുത്തു. ഏറ്റവും ശുഭകരമായ മുഹൂർത്തത്തിലാണ് വിവാഹകർമ്മം നടന്നിരിക്കുന്നതെന്ന കാര്യവും നാരദ മുനീന്ദ്രൻ അവരെ അറിയിച്ചു. ആഹ്ലാദചിത്തരായ ദശരഥ കൗസല്യ ദമ്പതികൾ നാരദ മഹർഷിയെ സാഷ്ടാംഗം നമസ്കരിച്ചു. നാരദമുനി ഇരുവരുടെയും ശിരസിൽ കരങ്ങൾ വച്ച് അനുഗ്രഹിച്ചു. ദേവഗണങ്ങളും ഗന്ധർവ അപ്സരസുകളും മുനീന്ദ്രന്മാരുമെല്ലാം നവദമ്പതികൾക്കുമേൽ പുഷ്പവൃഷ്ടി നടത്തി. ചാരത്തുണ്ടായിരുന്ന മരങ്ങളും പൂവുകൾ പൊഴിച്ചു. കുയിലുകൾ പാടി, മയിലുകൾ ആനന്ദ നൃത്തമാടി, മാനുകൾ തുള്ളിച്ചാടി, ഹംസങ്ങൾ ചിറകടിച്ചു നീന്തി തുടിച്ചു. തുടർന്ന് ജടായു അതേ പെട്ടിയിൽ തന്നെ ദമ്പതികളെ കയറ്റി തൻ്റെ പുറത്തുവച്ച് അയോധ്യയിലേക്ക് പറന്ന് അവരെ രാജകൊട്ടാരത്തിലെത്തിച്ചു. ദശരഥ മഹാരാജൻ്റെ തിരുമാംഗല്യമറിഞ്ഞ് കോസല രാജ്യത്തെ ജനങ്ങൾ ആഹ്ലാദത്താൽ തുള്ളിച്ചാടി. അയോധ്യയും കോസല രാജ്യമാകെയും മഹോത്സവ ഭൂമിയായി മാറി. ആഘോഷങ്ങൾ ദിവസങ്ങളോളം നീണ്ടുനിന്നു. അനുകരണീയവും മാതൃകാപരവുമായ സ്വഭാവ വൈശിഷ്ട്യങ്ങൾക്കുടമയായ കൗസല്യയെ ദശരഥന് തൻ്റെ ജീവനേക്കാളേറെ സ്നേഹമായിരുന്നു. ശാന്തസ്വരൂപിണിയും ക്ഷമാശീലയുമായ കൗസല്യയെ ഭുവനവാസികളെല്ലാം ആദരവോടെയാണ് നോക്കിക്കണ്ടിരുന്നത്. ഹിമവാന്റെ പൗത്രിയുടെ മനസ്സിൻ്റെ വലിപ്പവും ഹിമവാനോളം വലുതായിരുന്നു. സന്ധ്യാദേവി എന്ന സുമിത്രയാവട്ടെ സൂര്യചന്ദ്രകുലമായ കാശി രാജവംശത്തിലെ ശൂരരാജാവിൻ്റെ പുത്രിയാണ്. പ്രപഞ്ചത്തിൻ്റെ സത്യം എന്താണെന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ആർജിച്ചിട്ടുള്ളവളും ആദർശനിഷ്ഠയുമായിരുന്നു സുമിത്ര. സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും ഏവർക്കും ന്യായം ലഭിക്കുന്നതിനും വേണ്ട പെരുമാറ്റച്ചട്ടങ്ങൾ വിവരിക്കുന്ന നീതിശാസ്ത്രത്തിൽ വിശ്വസിച്ച് മുന്നോട്ടുപോയ സുമിത്ര കാശി രാജാവിൻ്റെ എല്ലാ ഗുണഗണങ്ങളും ആർജിച്ച നാരീമണിയുമായിരുന്നു. ചന്ദ്രവംശത്തിലെ കേകയ രാജാവായ അശ്വപതിയുടെ പുത്രിയാണ് കൈകേയി. ആയോധന വിദ്യകളിൽ അതിനിപുണയായിരുന്നു. യുദ്ധരംഗങ്ങളിൽ സജീവമാവുക എന്നത്
കൈകേയിയുടെ ഒരു പ്രത്യേകതയായിരുന്നു. അസ്ത്രവിദ്യകളിൽ കൈകേയിക്കുണ്ടായിരുന്ന മിടുക്ക് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കേകയ രാജാവിൻ്റെ നേരിട്ടുള്ള ശിക്ഷണമായിരുന്നു കൈകേയിയെ അസ്ത്രവിദ്യയടക്കമുള്ള ആയോധന വിദ്യകളിൽ അഗ്രഗണ്യയാക്കിയത്. തിമിധ്വജൻ എന്ന അസുരനെ ദേവേന്ദ്രൻ വധിച്ച യുദ്ധത്തിൽ ദശരഥനാണ് ഇന്ദ്രനെ സഹായിച്ചത്. ഈ യുദ്ധവേളയിൽ ഊരിപ്പോയ ദശരഥ രഥത്തിൻ്റെ അച്ചാണിക്കു പകരം സ്വന്തം കൈവിരൽ ഉപയോഗിച്ച് ദശരഥനെ രക്ഷിച്ചതിൽ സന്തുഷ്ടനായ ദശരഥൻ കൈകേയിയെ പ്രശംസിച്ചു. പ്രിയേ അശ്വപതിപുത്രേ, ഭവതിയുടെ അവസരോചിത ഇടപെടലിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. കൃത്യസമയത്ത് ഭവതിയുടെ ഇടപെടൽ ഉണ്ടാവാതിരുന്നുവെങ്കിൽ നാം രഥത്തിൽ നിന്നും തെറിച്ചു വീണ് മരണം സംഭവിക്കുമായിരുന്നു. നമ്മുടെ മരണത്തെക്കാൾ ഉപരിയായി തിമിധ്വജനോട് നാം പരാജയപ്പെടുമായിരുന്നു എന്ന അപമാനകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതാണ് പ്രധാന കാര്യം. ഇതിൽ നാം ഭവതിയോട് കടപ്പെട്ടിരിക്കുന്നു. സന്തോഷസൂചകമായി ഭവതിക്ക് നാം 2 വരങ്ങൾ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണ് വേണ്ടതെന്ന് ആവശ്യപ്പെട്ടുകൊള്ളുക. കൈകേയി പറഞ്ഞു, മഹാരാജൻ, അങ്ങയുടെ പ്രശംസയ്ക്കും വാഗ്ദാനത്തിനും പരസഹസ്രം നന്ദി. നമ്മുടെ പ്രവൃത്തി അങ്ങയെ സന്തുഷ്ടനാക്കിയതിൽ നാം അത്യധികം സന്തോഷിക്കുന്നു. നമുക്ക് നൽകാമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്ത വരങ്ങൾ നാം ഇപ്പോൾ ആവശ്യപ്പെടുന്നില്ല. സന്ദർഭം വരുമ്പോൾ നാം അത് ആവശ്യപ്പെട്ടുകൊള്ളാം. അങ്ങനെയാവട്ടെ പ്രിയേ, ദശരഥൻ പറഞ്ഞു. ദുർവാസാവ് മഹർഷി നൽകിയ വരത്തിലൂടെയാണ് കൈകേയിക്ക് തൻ്റെ വിരൽ വജ്രത്തെപ്പോലെ അതികഠിനമാക്കാൻ കഴിഞ്ഞത്. ഒരിക്കൽ കേകയ രാജ്യത്തെത്തിയ ദുർവാസാവ് മഹർഷിയെ ബാലികയായിരുന്ന കൈകേയിയാണ് ശുശ്രൂഷിച്ചത്. ബാലികയുടെ ശുശ്രൂഷയിൽ സന്തുഷ്ടനായ മഹർഷി കൈകേയിക്ക് ഒരു വരം നൽകി. സമയം വരുമ്പോൾ നിന്റെ കൈ വജ്രം പോലെ കഠിനമായി തീരും എന്നതായിരുന്നു വരം. ദുർവാസാവ് മഹർഷി പറഞ്ഞുകൊടുത്ത വജ്രാഹൂതി മന്ത്രം ഉരുവിട്ടാണ് കൈകേയി തൻ്റെ ചൂണ്ടുവിരൽ വജ്ര കഠിനമാക്കി ദശരഥ രഥത്തിൽ അച്ചാണിയാക്കിയത്. പ്രതാപശാലിയായ ദശരഥ മഹാരാജാവ് അസൂയാവഹമാം വിധം അനേക വർഷം കോസല രാജ്യം ഭരിച്ചു. താമസം വിന കൗസല്യ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അംഗവൈകല്യത്തോടെ പിറന്ന പെൺകുഞ്ഞിന് ശാന്ത എന്ന് നാമകരണം ചെയ്തു. കുഞ്ഞിൻ്റെ അംഗവൈകല്യത്തിൽ ദശരഥ കൗസല്യ ദമ്പതികൾ വല്ലാതെ ദുഃഖിച്ചു. ഇത് കണ്ട് വസിഷ്ഠമുനി പറഞ്ഞു, അല്ലയോ മഹാരാജൻ, അവിടുന്നും കൗസല്യാദേവിയും ഖിന്നരാവാതിരുന്നാലും കുഞ്ഞിൻ്റെ അംഗവൈകല്യത്തിന് പരിഹാരമുണ്ട്. ദശരഥൻ ചോദിച്ചു, എന്താണ് ഗുരുശ്രേഷ്ഠ? ഞങ്ങൾ എന്തു വേണമെന്ന് കൽപ്പിച്ചാലും? വസിഷ്ഠമുനി പറഞ്ഞു, കുഞ്ഞിനെ മറ്റാർക്കെങ്കിലും വളർത്തുമകളായി നൽകുന്ന പക്ഷം അംഗവൈകല്യം പൂർണ്ണമായി മാറി രൂപവതിയായ പെൺകുട്ടിയായി തീരും എന്നാണ് കാണുന്നത്. ദശരഥൻ, മഹാമുനെ, ഇക്കാര്യം ജ്യോതിഷ പണ്ഡിതന്മാരും നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. ഇപ്പോൾ ഗുരുദേവൻ കൂടി ഉര ചെയ്ത സാഹചര്യത്തിൽ അത്തരത്തിൽ ചിന്തിക്കാൻ നാം തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ ആവട്ടെ മഹാരാജൻ എന്ന് വസിഷ്ഠമുനി അനുഗ്രഹിച്ചു. ദശരഥൻ്റെ ഉറ്റമിത്രവും അംഗരാജ്യ രാജാവുമായ ലോമപാദൻ സന്താനഭാഗ്യമില്ലാതെ ഏറെ ദുഃഖം പൂണ്ടു കഴിയുന്ന കാലമായിരുന്നു അത്. ഉറ്റമിത്രത്തിൻ്റെ ഈ ദുഃഖത്തിൽ ദശരഥനും അസ്വസ്ഥനായിരുന്നു. അപ്പോഴാണ് ശാന്തയെ ലോമപാദന് വളർത്തുമകളായി നൽകിയാലോ എന്ന ചിന്ത ദശരഥൻ്റെ മനസ്സിലുദിച്ചത്. അദ്ദേഹം ഇക്കാര്യം പത്നി കൗസല്യയുമായി ആലോചിച്ചു. കൗസല്യയും ഈ ചിന്തയോട് യോജിക്കുകയായിരുന്നു. തുടർന്ന് ശാന്തയെ ലോമപാദ രാജാവിന് വളർത്തുമകളായി നൽകാൻ അവർ തീരുമാനിച്ചു. ഈ വിവരമറിഞ്ഞ് ലോമപാദൻ അത്യന്തം ആഹ്ലാദഭരിതനായി. കൊട്ടാരമെല്ലാം കമനീയമായി അലങ്കരിച്ച് മനോഹരമാക്കി. രാജധാനിയിൽ ഉത്സവപ്രതീതി. 4 കുതിരകളെ പൂട്ടിയ രഥത്തിലാണ് കുഞ്ഞിനെ ഏറ്റുവാങ്ങാനായി പരിവാരസമേതം ലോമപാദൻ അയോധ്യയിലെത്തിയത്. 2 നാൾ അയോധ്യയിൽ തങ്ങിയ ശേഷം ദശരഥ കൗസല്യ ദമ്പതികൾക്കൊപ്പം ശാന്തയുമായി അംഗരാജ്യത്തേക്ക് മടക്കയാത്രയായി. മകളെ ലോമപാദനെ ഏൽപ്പിച്ചു മടങ്ങവേ ദശരഥൻ കൗസല്യയോട് പറഞ്ഞു, ദേവി കൗസല്യേ, നമുക്ക് ഇപ്പോൾ മനസ്സിന് ആശ്വാസം തോന്നുന്നു. നമ്മുടെ പുത്രിയുടെ അംഗവൈകല്യം മാറി രൂപവതിയാവും എന്നതിനൊപ്പം നമ്മുടെ മിത്രത്തിൻ്റെ ദുഃഖത്തിനും അറുതി വരികയാണല്ലോ. എത്ര നല്ല കാര്യം. കൗസല്യ മറുപടി പറഞ്ഞു, അതേ നാഥ,
പുത്രിയെ പിരിഞ്ഞിരിക്കേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ മനസ്സിൽ അസ്വസ്ഥതയും ദുഃഖവും തോന്നിയെങ്കിലും അത് കുഞ്ഞിൻ്റെ നന്മയ്ക്കു വേണ്ടിയാണല്ലോ എന്നോർത്തപ്പോൾ മനപ്രയാസം കുറഞ്ഞു. അംഗരാജാവ് ലോമപാദനാണ് നമ്മുടെ പുത്രിയെ വളർത്തുന്നത് എന്നുകൂടി അറിഞ്ഞതോടെ പ്രയാസങ്ങൾ പൂർണ്ണമായി മാറി എന്നു മാത്രമല്ല, സന്തോഷവുമായി. ദശരഥൻ: അതേ ദേവി, നമുക്കും സന്തോഷമായി. മാത്രമല്ല, നമുക്ക് വീണ്ടും കുഞ്ഞ് ജനിക്കുമല്ലോ. അടുത്തത് ഒരു പുത്രനാവണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. കൗസല്യ: നാഥ, അങ്ങയുടെ ആഗ്രഹം സഫലീകൃതമാവുമെന്ന് നമ്മുടെ മനസ്സ് പറയുന്നു. അങ്ങ് സന്തോഷവാനായിരുന്നാലും. ദശരഥ കൗസല്യ ദമ്പതികൾ അയോധ്യയിൽ തിരിച്ചെത്തി. അവർക്ക് അകമ്പടി സേവിച്ചെത്തിയ അംഗരാജ്യമന്ത്രിമാരും ഭടന്മാരുമെല്ലാം മടങ്ങി. ദിനരാത്രങ്ങളേറെ ഞെട്ടറ്റു വീണിട്ടും പുത്രലബ്ധിയുണ്ടാവാത്തതിൽ ദശരഥ കൗസല്യ ദമ്പതികൾ വല്ലാതെ ഖിന്നരായിരുന്നു. അവരുടെ കടുത്ത ദുഃഖം കണ്ട് കുലഗുരു വസിഷ്ഠൻ രാജദമ്പതികളെ ആശ്വസിപ്പിച്ചു. അല്ലയോ മഹാരാജൻ, അങ്ങ് വിഷണ്ണനാവാതിരുന്നാലും അങ്ങയ്ക്ക് സൽപുത്രലബ്ധിയുണ്ടാവും എന്നതിൽ സംശയം വേണ്ട. അതിന് പുത്രകാമേഷ്ടി യാഗം നടത്തിയാൽ മതിയാവും. യാഗഫലത്താൽ അങ്ങയ്ക്ക് കൗസല്യയിൽ ഉത്കൃഷ്ടപുത്രന് ലഭിക്കും. സന്താപം വെടിഞ്ഞാലും ത്രികാലജ്ഞാനിയായ വസിഷ്ഠമുനിക്ക് ദശരഥപുത്രൻ്റെ നിയോഗമെന്താണെന്ന് അറിയാവുന്നതുകൊണ്ടു തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പ്രവചിച്ച് ദശരഥനെ സമാധാനിപ്പിച്ചത്. വസിഷ്ഠമുനിയുടെ വാക്കുകൾ ദശരഥൻ്റെ മനസ്സിന് കുളിർമയേകി. അദ്ദേഹം ആരാഞ്ഞു: മഹാമുനെ, പുത്രകാമേഷ്ടി യാഗം നടത്താൻ പ്രത്യേകമായി കാലമോ സമയമോ ഏതെങ്കിലും നോക്കേണ്ടതായുണ്ടോ? പറഞ്ഞു തന്നാലും. വസിഷ്ഠൻ പറഞ്ഞു: അതിന് പ്രത്യേകമായി സമയമോ കാലമോ ഒന്നും നോക്കേണ്ടതായില്ല. എന്നാൽ ശുഭമുഹൂർത്തത്തിലാവണം യാഗം ആരംഭിക്കേണ്ടത്. യാഗവാൻ സമർത്ഥനുമായിരിക്കണം. ഒന്ന് നിർത്തി കണ്ണടച്ച് അല്പം ചിന്തിച്ച ശേഷം അദ്ദേഹം തുടർന്നു: യാഗവാനായി ഋഷിവര്യൻ ഋഷ്യശൃംഗനെ വേണം നിശ്ചയിക്കാൻ. ഋഷ്യശൃംഗമുനി യാഗം നടത്തുന്ന പക്ഷം യാഗഫലം സഹസ്രഗുണീഭവിക്കും. ദശരഥൻ കൂടുതൽ സന്തോഷവാനായി. അദ്ദേഹം കുലഗുരുവിനെ നമസ്കരിച്ചു. വസിഷ്ഠമുനി ദശരഥൻ്റെ ശിരസിൽ ഇരു കൈകളും ചേർത്ത് അനുഗ്രഹിച്ചു. ദശരഥൻ: അല്ലയോ മഹാഗുരുവേ, അങ്ങ് നമുക്കായി ഒരു സഹായം കൂടി ചെയ്തു തന്നാലും. വസിഷ്ഠൻ: എന്താണ് വേണ്ടത് മഹാരാജൻ? അങ്ങയെ സഹായിക്കാൻ നാം സദാ സന്നദ്ധനായിരിക്കും. ആവശ്യം ഉര ചെയ്താലും. ദശരഥൻ പറഞ്ഞു: തപോനിധേ, അവിടുന്ന് നിർദ്ദേശിച്ച പ്രകാരം ഉടനടി തന്നെ പുത്രകാമേഷ്ടി യാഗം നടത്താൻ നാം തീരുമാനിച്ചു കഴിഞ്ഞു. അതിനായി ഋഷ്യശൃംഗ മഹർഷിയെ തന്നെ മനസാ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ മഹാമുനീന്ദ്രനായ ഋഷ്യശൃംഗൻ ഇപ്പോൾ എവിടെയാണുള്ളതെന്നതിനെക്കുറിച്ചും യാഗം നടത്താനായി അദ്ദേഹത്തെ എങ്ങനെയാണ് ക്ഷണിക്കേണ്ടതെന്നതിനെക്കുറിച്ചും നാം തീർത്തും അജ്ഞനാണ്. ഇക്കാര്യത്തിൽ നമുക്കുള്ള അജ്ഞത ദൂരീകരിച്ച് അതേക്കുറിച്ചുള്ള ജ്ഞാനം പകർന്നു നൽകിയാലും പ്രഭു. വസിഷ്ഠൻ മറുപടിയായി പറഞ്ഞു: ശ്രവിച്ചാലും മഹാരാജൻ. കശ്യപപുത്രനായ വിഭാണ്ഡക മഹർഷി ഒരിക്കൽ സിദ്ധയോഗ തടാകക്കരയിൽ തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. ഒരു നാൾ ഈ തടാകത്തിൽ ഉർവശി എന്ന മനോഹരിയായ അപ്സരസ് കുളിക്കുവാൻ ഇറങ്ങി. തങ്ക നിറമാർന്ന കച്ച മാർത്തടത്തിനു മുകൾ ഭാഗത്ത് വച്ചുടുത്ത് തടാകത്തിൽ മുങ്ങിപ്പൊങ്ങിയ ഉർവശിയെ തടാകക്കരയിൽ തപസ്സിലായിരുന്ന വിഭാണ്ഡക മഹർഷി കാണാനിടയായി. ഉർവശിയുടെ അഭൗമ സൗന്ദര്യം കണ്ട് വിഭാണ്ഡക മഹർഷിക്ക് സ്ഖലനം സംഭവിച്ചു. അത് വീണതാവട്ടെ സിദ്ധയോഗ തടാകത്തിലും. ഇത്തരുണത്തിൽ തടാകത്തിൽ വെള്ളം കുടിക്കാനെത്തിയ ഒരു മാൻപേടയുടെ വയറ്റിലേക്ക് അത് കടന്നു. ശാപം മൂലം മാൻപേടയായി മാറിയ ഒരു ദേവകന്യകയായിരുന്നു അത്. ഇതോടെ ശാപമോക്ഷം ലഭിച്ച ദേവകന്യക ഗർഭിണിയായി പ്രസവിച്ചു. തലയിൽ 2 മാൻകൊമ്പുകളുമായാണ് കുഞ്ഞു പിറന്നത്. ജന്മം നൽകിയ ഉടൻ തന്നെ കുഞ്ഞിനെ കശ്യപ മഹർഷി പുത്രൻ വിഭാണ്ഡകമുനിയുടെ പാദങ്ങളിൽ സമർപ്പിച്ച ശേഷം ദേവകന്യക ദേവലോകത്തേക്ക് പോയി മറഞ്ഞു. തലയിൽ മാൻകൊമ്പുകളുമായി പിറന്നതു കാരണം വിഭാണ്ഡകമുനി കുഞ്ഞിന് ഋഷ്യശൃംഗൻ എന്ന് നാമകരണം ചെയ്തു. തലയുയർത്തി താടി തടവി ദശരഥ മഹാരാജാവിൻ്റെ മുഖത്തേക്കൊന്നു നോക്കിയ ശേഷം മഹർഷി ദിവ്യദൃഷ്ടിയിലൂടെ കണ്ട കാര്യങ്ങൾ വിശദീകരിച്ചു. ലോമപാദൻ രാജാവായിരിക്കെ അംഗരാജ്യത്ത് മഴ പെയ്യാതായി. മഴയില്ലാതെ ജനങ്ങൾ നരകയാതന അനുഭവിക്കാൻ തുടങ്ങി. കുടിക്കാനോ ശരീരശുദ്ധി വരുത്താനോ പൂജാതി കർമ്മങ്ങൾക്കോ ബലികർമ്മങ്ങൾക്കു പോലുമോ ജലമില്ലാതെ വന്നു.
തോടുകളും കുളങ്ങളും ജലാശയങ്ങളുമെല്ലാം വറ്റി വരണ്ടു. മരങ്ങളും ചെടികളുമെല്ലാം കരിഞ്ഞുണങ്ങി. പക്ഷികളും മൃഗങ്ങളുമൊക്കെ കൂട്ടത്തോടെ ചത്തുവീഴുന്നു. കായ്കനികളോ പുഷ്പങ്ങളോ ഒന്നും കണി കാണാൻ പോലുമില്ല. കൃഷികളാകെ നശിച്ചു. മനുഷ്യരും കൂട്ടത്തോടെ മരിക്കുന്നു. ശേഷിക്കുന്നവർ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന സ്ഥിതിയിലാണ്. ഭൂമിയാകെ ഉണങ്ങി വരണ്ട് മരുഭൂമിക്ക് തുല്യമായിരിക്കുന്നു. അംഗരാജ്യ രാജാവ് ലോമപാദൻ ആകെ വിഷമത്തിലായി. ഇതിനു പരിഹാരം എന്തെന്നറിയാൻ മഹാരാജാവ് പ്രഗത്ഭരായ ജ്യോതിഷികളെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വരുത്തി പരിഹാരമാർഗം അന്വേഷിച്ചു. ജ്യോതിഷികൾ കളം വരച്ച് ഗണനക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ശംഖിൻ്റെ വർഗത്തിൽപ്പെട്ട ജലജീവിയുടെ പുറന്തോടായ കവടി നിരത്തി ഗണിച്ച ശേഷം പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ബ്രാഹ്മണ സംബന്ധിയായ ദോഷമാണ് പ്രശ്നത്തിൽ തെളിയുന്നത്. ഇതിന് ഒരേ ഒരു പരിഹാരമേ നിർദ്ദേശിക്കാനുള്ളൂ. എന്താണ് പരിഹാരം ജ്യോതിഷികളെ? ലോമപാദൻ ആകാംക്ഷയോടെ ആരാഞ്ഞു. മുഖ്യ ജ്യോതിഷി പറഞ്ഞു, ഈ പ്രതിസന്ധിയിൽ നിന്ന് രാജ്യത്തെ കരകയറ്റാൻ ഒരു മഹാമുനീന്ദ്രന് മാത്രമേ സാധിക്കൂ എന്നാണ് പ്രഭു കാണുന്നത്. ലോമപാദൻ: മഹാമുനീന്ദ്രനെന്ന് ജ്യോതിഷി ഉദ്ദേശിക്കുന്നത് ആരെയാണ്? മുഖ്യ ജ്യോതിഷി: പ്രഭോ, ഒരു വ്യാഴവട്ടക്കാലമെങ്കിലും ഇതര മനുഷ്യരെ കാണുകയോ അറിയുകയോ പോലും ചെയ്യാതെ കൊടും തപസ്സനുഷ്ഠിച്ച ഒരു തീവ്ര താപസൻ എന്നാണ് ഇതുകൊണ്ട് അടിയൻ അർത്ഥമാക്കിയത്. ലോമപാദൻ: അങ്ങനെ ഒരു താപസൻ ആരാണെന്ന് വ്യക്തമാക്കിയാലും ജ്യോതിഷേ? മുഖ്യ ജ്യോതിഷി: അത്തരത്തിൽ ഒരു താപസ ശ്രേഷ്ഠനുണ്ട് പ്രഭു. ആരാണത്? പറയൂ. ലോമപാദൻ ആകാംക്ഷാഭരിതനായി. മുഖ്യ ജ്യോതിഷി: ഋഷ്യശൃംഗ മുനികുമാരനെ അംഗരാജ്യത്ത് എത്തിക്കണം. ആ മഹാമുനിയുടെ പാദസ്പർശമേൽക്കുന്നതോടെ ദോഷങ്ങൾ അകന്ന് രാജ്യത്ത് മഴ പെയ്യും എന്നാണ് കാണുന്നത്. ഋഷ്യശൃംഗന്റെ പിതാവ് വിഭാണ്ഡകമുനി വളരെ കരുതലോടെയാണ് പുത്രനെ വളർത്തിയിരുന്നത്. മറ്റു മനുഷ്യരുമായി ഇടപെടാൻ ഋഷ്യശൃംഗനെ മുനി അനുവദിച്ചിരുന്നില്ല. പിതാവായ വിഭാണ്ഡകമുനിയെ അല്ലാതെ മറ്റൊരാളെയും ഋഷ്യശൃംഗൻ കണ്ടിട്ടുകൂടിയില്ല. പിതാവും താനും പുരുഷന്മാരാണെന്നറിയാം എന്നല്ലാതെ സ്ത്രീ എന്നൊരു വർഗം ഭൂമിയിലുണ്ടെന്ന് മുനികുമാരന് അറിയില്ലായിരുന്നു. ഘോരവനത്തിനുള്ളിൽ താമസിച്ചിരുന്ന മുനികുമാരന് കൗമാരപ്രായമെത്തിയിട്ടും സ്ത്രീ എന്ന വർഗത്തെക്കുറിച്ച് കേട്ടറിവ് പോലും ഉണ്ടായിരുന്നില്ല. നട്ടുച്ച നേരത്തുപോലും സൂര്യപ്രകാശം നേരാവണ്ണം കടന്നു ചെല്ലാത്ത കാനനത്തിൽ മുഴുവൻ സമയ പൂജകളും തപസ്സും പ്രാർത്ഥനയും ഒക്കെയായി വളരുകയായിരുന്നു ഋഷ്യശൃംഗൻ. ലോകം എന്തെന്നും മനുഷ്യൻ എന്തെന്നും അറിയാതെ കൊടുംകാട്ടിൽ തപസ്സനുഷ്ഠിക്കുന്ന മുനികുമാരനെ എങ്ങനെയാണ് തൻ്റെ രാജ്യത്ത് എത്തിക്കുക എന്നതിനെക്കുറിച്ച് ലോമപാദ രാജാവിന് യാതൊരു എത്തും പിടിയുമില്ലായിരുന്നു. ഇക്കാര്യം അദ്ദേഹം പലരുമായും ചർച്ച ചെയ്യുകയും മാർഗങ്ങൾ ആലോചിക്കുകയും ചെയ്തു. കാര്യവിവര വിജ്ഞാനമുള്ള ഒട്ടനേകം പേരുമായി ഇക്കാര്യം സംസാരിക്കുകയും ഋഷ്യശൃംഗനെ നാട്ടിലെത്തിക്കുന്നതിനുള്ള മാർഗം ആരായുകയും ചെയ്തു. രാജ്യമാകെ ഇത് ചർച്ചാവിഷയമായി. തങ്ങളുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം എന്ന നിലയിൽ ആബാലവൃദ്ധം ജനങ്ങളുടെയും ചിന്ത ഇതേക്കുറിച്ചായത് സ്വാഭാവികം മാത്രം. പലരും പല മാർഗങ്ങളും പറഞ്ഞുവെങ്കിലും ഫലപ്രദവും യുക്തിഭദ്രവുമായ ഒരു പോംവഴി കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. കണ്ടെത്തിയ ചില മാർഗങ്ങളാവട്ടെ പ്രഥമദൃഷ്ട്യാ തന്നെ പരാജയപ്പെടുമെന്നുറപ്പുള്ളവയായിരുന്നു താനും. ഇത്തരത്തിൽ രാജാവും മന്ത്രിമാരും ജനങ്ങളുമൊക്കെ ഗാഠചിന്തയിൽ മുഴുകിയിരിക്കവെയാണ് വൃദ്ധയായ ഒരു ഗണിക സ്ത്രീ ലോമപാദ രാജാവിനെ മുഖം കാണിക്കാനെത്തിയത്. മഹാരാജാവ് ഏറെ ഖിന്നനാണെന്നും ഇപ്പോൾ മുഖം കാണിക്കുന്നത് ഉചിതമാവില്ല എന്നും കൊട്ടാരം വിചാരിപ്പുകാർ ഗണിക വൃദ്ധയെ അറിയിച്ചുവെങ്കിലും അവർ പിന്മാറാൻ കൂട്ടാക്കിയില്ല. പ്രശ്നം എന്തായാലും അത് തങ്ങൾ മഹാരാജന് മുന്നിൽ ഉണർത്തിച്ചുകൊള്ളാം എന്നറിയിച്ചിട്ടും അവർ പിന്തിരിഞ്ഞില്ല എന്ന് മാത്രമല്ല, മഹാരാജാവിൻ്റെ ഖിന്നത അകറ്റാനുള്ള ഒരു ഉപായവുമായാണ് താൻ വന്നിരിക്കുന്നതെന്നും നൃപനെ നേരിട്ട് കണ്ടുതന്നെ അത് ഉണർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നും പറഞ്ഞതോടെ വിവരം രാജകിങ്കരന്മാർ മഹാരാജാവിനെ അറിയിച്ചു. പ്രഗത്ഭരായ എത്രയോ പേർ ശ്രമിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത എന്തുപായമാണ് ഈ ഗണിക കണ്ടെത്തിയത് എന്ന ആത്മഗതത്തോടെയായിരുന്നു കൊട്ടാരം വിചാരിപ്പുകാർ വിവരം മഹാരാജന് മുന്നിൽ ഉണർത്തിച്ചത്. എന്നാൽ ലോമപാദ മഹാരാജാവിനാകട്ടെ അത് തേൻ ചുരത്തുന്ന വാക്കുകളായിരുന്നു. ഗണിക വൃദ്ധയെ ഉടൻ തന്നെ തൻ്റെ മുന്നിലെത്തിക്കുവാൻ ലോമപാദൻ കൽപ്പിച്ചു. അവർ മഹാരാജാവിന് മുന്നിൽ ആനയിക്കപ്പെട്ടു. ലോമപാദൻ ചോദിച്ചു, വൃദ്ധമാതാവേ, എന്താണ് നമ്മെ അറിയിക്കാനുള്ളത്?
ഗണികവൃദ്ധ പറഞ്ഞു, അടിയൻ, അങ്ങ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യഥ അകറ്റാനുള്ള ഒരു ഉപായം അടിയൻ്റെ മനസ്സിലുണ്ട്. അങ്ങ് അനുവദിക്കുമെങ്കിൽ അത് പ്രയോഗിച്ച് അടിയനും അടിയനൊപ്പമുള്ളവരും ചേർന്ന് ഋഷ്യശൃംഗ മുനികുമാരനെ അംഗരാജ്യത്തെത്തിക്കാം. ആദ്യം അല്പം അവിശ്വസനീയത തോന്നിയെങ്കിലും അവരുടെ ഉറച്ച സ്വരവും ശുഭാപ്തി വിശ്വാസം സ്ഫുരിക്കുന്ന മുഖഭാവവും മഹാരാജാവിൽ പ്രതീക്ഷ ഉണർത്തി. ലോമപാദൻ ചോദിച്ചു, എന്തുപായമാണ് പ്രയോഗിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കുക ഗണികവൃദ്ധ. അടിയൻ്റെ സുന്ദരിയായ മകളെയും ഗണിക സ്ത്രീകളിൽ സുന്ദരിമാരായ ഏതാനും പേരെയും വിഭാണ്ഡകമുനിയുടെ ആശ്രമത്തിലേക്ക് അയക്കും. അവർക്ക് ആട്ടവും പാട്ടും നൃത്തവും ഒക്കെയായി ഋഷ്യശൃംഗനെ വശീകരിച്ച് ഇവിടെ എത്തിക്കാനാവും എന്നാണ് അടിയൻ കരുതുന്നത്. പ്രായം ചെന്ന ഒരു ഗണിക സ്ത്രീയുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അടിയൻ്റെ നീക്കം വിജയിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. ഇതു പറഞ്ഞ് അവർ തൊഴുത് തലകുമ്പിട്ട് നിന്നു. പൂർണ്ണ വിജയം പ്രതീക്ഷിച്ചുകൊണ്ടല്ലെങ്കിലും ഗണികവൃദ്ധയുടെ ഉപായം പാടെ തള്ളിക്കളയാൻ ലോമപാദന് തോന്നിയില്ല. പരീക്ഷിച്ചു നോക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ഗണിക സ്ത്രീ ആവശ്യപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. മഹാരാജനെ താണു വണങ്ങിയ ശേഷം അവർ കൊട്ടാരം വിട്ടു. വൃദ്ധഗണിക രാജകിങ്കരന്മാരുടെ സഹായത്തോടെ ഒരു തോണിയിൽ കൃത്രിമമായി ഒരാശ്രമം പണികഴിപ്പിച്ചു. തൻ്റെ സുന്ദരിയും ബുദ്ധിമതിയുമായ മകളെ താപസകന്യകയുടെ വേഷത്തിൽ കൃത്രിമ ആശ്രമത്തിലാക്കി. മുനികുമാരന് മുന്നിൽ പ്രയോഗിക്കേണ്ട വിദ്യകളും പ്രകടിപ്പിക്കേണ്ട സ്ത്രൈണഭാവങ്ങളും ശാരീരിക ചേഷ്ടകളും അവയവ പ്രദർശന രീതികളും ശാരീരിക സ്പർശന രീതികളുമൊക്കെ അവൾക്ക് പറഞ്ഞുകൊടുത്തു. ബുദ്ധിമതിയായ മകൾ അമ്മ പഠിപ്പിച്ചതൊക്കെ കൃത്യമായി തന്നെ മനസ്സിലാക്കി. താപസകന്യകാ വേഷത്തിലുള്ള ഗണിക യുവതിക്കൊപ്പം തോഴിമാരെന്ന നിലയിൽ മറ്റു കുറേ ഗണിക സ്ത്രീകളും സന്യാസിനി വേഷത്തിൽ കൃത്രിമ ആശ്രമത്തിൽ ഉണ്ടായിരുന്നു. ഒരു നാൾ താപസവേഷധാരിണിയായ ഗണികാപുത്രി ഋഷ്യശൃംഗന്റെ ആശ്രമത്തിൽ ചെന്നുകയറി. വിഭാണ്ഡകമുനി സ്ഥലത്തില്ലായിരുന്ന തക്കം നോക്കിയായിരുന്നു അത്. പൂജയിലായിരുന്ന ഋഷ്യശൃംഗൻ കണ്ണു തുറന്നപ്പോൾ കണ്ടത് ഏറെ സൗന്ദര്യമുള്ള ഒരു താപസൻ മുന്നിൽ നിൽക്കുന്നതാണ്. അഭൗമമായ ആ സൗന്ദര്യത്തിൽ സ്തബ്ധനായിപ്പോയ മുനികുമാരൻ ഏറെ നേരം ആ താപസനിൽ നിന്നും ദൃഷ്ടി പിൻവലിച്ചില്ല. താപസന്റെ നൂപുരം കിലുങ്ങുന്ന ശബ്ദം കേട്ട് പരിസരബോധം വന്ന ഋഷ്യശൃംഗൻ അതിഥിയെ സ്വീകരിച്ചിരുത്തി. സ്ത്രീകളെക്കുറിച്ച് തീർത്തും അജ്ഞനായിരുന്ന മുനികുമാരനാവട്ടെ അതിഥിയായി എത്തിയിരിക്കുന്നത് അതീവ സൗന്ദര്യമുള്ള മറ്റൊരു മുനികുമാരനാണെന്നാണ് കരുതിയത്. ഗണികാപുത്രിയാവട്ടെ തൻ്റെ മാതാവ് പറഞ്ഞു പഠിപ്പിച്ച നിലയിലോ അതിലും ഒരു പടി കൂടി കടന്നോ തന്നെ ഋഷ്യശൃംഗനോട് പെരുമാറി. മുനികുമാരൻ്റെ ഉപചാരം സ്വീകരിച്ച് നിലത്ത് നീർത്തിയിട്ട ചമത വിരിയിൽ ഒരു വശം ചെരിഞ്ഞ് മുട്ടുകൾ മടക്കിയിരുന്ന ഗണികാപുത്രി ഋഷ്യശൃംഗനെ നോക്കി വശ്യമായി പുഞ്ചിരിച്ചു. വാലിട്ടെഴുതിയ കടക്കണ്ണുകളിൽ ഒന്നു മാത്രം ചിമ്മി തുറന്ന് നിരയൊത്ത പല്ലുകൾ കാട്ടിച്ചിരിച്ചു. നാണത്തോടെയുള്ള ആ ചിരി മുനികുമാരൻ്റെ ഹൃത്തടത്തിൽ ചിറ്റോളങ്ങൾ സൃഷ്ടിച്ചു. ഗണിക കന്യക മെല്ലെ എഴുന്നേറ്റ് മന്ദം മന്ദം നടന്ന് മുനികുമാരൻ അടുത്തെത്തി മുട്ടിയുരുമ്മി ഇരുന്നു. ഋഷ്യശൃംഗൻ്റെ ഇടം കൈ പിടിച്ചുയർത്തി വിരലുകൾ നിവർത്തി തൻ്റെ വലം കൈവിരലുകൾ കോർത്ത് മെല്ലെ അമർത്തി. അതിഥിയായെത്തിയ മുനികുമാരൻ്റെ താഴമ്പൂ നിറമാർന്ന വിരലുകളുടെ സ്നിഗ്ധതയിൽ മുനികുമാരൻ രോമാഞ്ചമണിഞ്ഞു. തുടർന്നവൾ മുനികുമാരനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മാറോട് ചേർത്ത് ആലിംഗനം ചെയ്ത് അധരബിംബം കുമാരൻ്റെ കവിൾത്തടത്തിൽ മെല്ലെ അമർത്തി. ഇതോടെ മുനികുമാരൻ തീർത്തും വികാരാവിഷ്ടനായി. ഇതു മനസ്സിലാക്കിയ ഗണിക കന്യക പെട്ടെന്ന് അകന്നുമാറി നിത്യേനയുള്ള അഗ്നിഹോത്രത്തിന് സമയമായെന്നറിയിച്ച് വടക്കേ നടവഴി പുറത്തേക്കിറങ്ങി നടന്നു. ഇടയ്ക്കിടെ മുനികുമാരനെ തിരിഞ്ഞു നോക്കിയും ദന്തനിരകളാൽ സ്വയം അധരമർദ്ദനം നടത്തിയും മാതംഗ നടയോടെ നീങ്ങിയ താപസകുമാരനു പിന്നാലെ ഋഷ്യശൃംഗന്റെ മനസ്സും യാത്രയായി. അതിഥി കണ്ണിൽ നിന്നും മറയുന്നതുവരെ നോക്കി നിന്ന ശേഷം മുനികുമാരൻ ഹതാശനായ മട്ടിൽ ദീർഘനിശ്വാസങ്ങളുമായി അവിടെ തന്നെയിരുന്നു.